ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു രഹസ്യം പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല, മഴക്കാലങ്ങളിൽ നമ്മുടെ റോസാ ചെടികളെയൊക്കെ ആകെ നാശമായി നിൽക്കൂലേ. റോസാ ചെടി എന്ന് മാത്രമല്ല, മറ്റെല്ലാ ചെടികളും മഴ വരുമ്പോൾ നാശമാവും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ അത്. ജയ്ഗോർ എന്നാണ് ഈ മരുന്നിൻ്റെ പേര് വരുന്നത്. മഴക്കാലം തുടങ്ങുന്നതോടുകൂടി തന്നെ നമ്മൾ ഈ മരുന്ന് 2 ആഴ്ച കൂടുമ്പോൾ സാധാരണ വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ട് ചെടികൾക്ക് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചെടികൾക്ക് വരുന്ന കീടബാധ എല്ലാം അതിൽ നിന്ന് മാറിക്കിട്ടും കേട്ടോ. മഴ പെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ചെടികളിലെല്ലാം പ്രത്യേക തരം പ്രാണികളും നിറയെ വലിയ പുഴുക്കളും ചെറിയ പുഴുക്കളൊക്കെ വരും. അത്തരം പുഴുക്കളിൽ നിന്നും പ്രാണികളിൽ നിന്നും നമ്മുടെ ചെടികളെ സംരക്ഷിച്ചെടുക്കുക എന്നതാണ് ഈ മരുന്നിൻ്റെ കർത്തവ്യം. പ്രധാനമായും മഴക്കാല രോഗങ്ങളിൽ നിന്നും നമ്മുടെ ചെടികളെയെല്ലാം ആരോഗ്യപൂർണ്ണമായി കാത്തുരക്ഷിക്കുക എന്ന ദൗത്യമാണ് കേട്ടോ ഈ മരുന്ന് ചെയ്യുന്നത്. മഴക്കാലത്ത് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ എങ്ങനെയായാലും അടിക്കാം, അതല്ലെങ്കിൽ 1.5 ആഴ്ച കൂടുമ്പോൾ. വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ നമുക്കത് മാസത്തിൽ 1 തവണയോ 2 തവണയൊക്കെ ആയിട്ട് അടിച്ചാൽ മതി. ഞാനിപ്പോൾ അത് മഴ പെയ്യുന്നതിൻ്റെ മുന്നേട്ട് അടിച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു മഴയായിട്ട്, പിന്നെ അടിച്ചിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ചെടികളിൽ വന്ന നിറയെ മൊട്ടും തളിരും പൂക്കളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ജയ്ഗർ എന്ന മരുന്ന് നമുക്ക് ഓൺലൈനിലൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമുക്കിതുപോലെ ഒരു നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് യാദൃശ്ചികമായിട്ട്. അപ്പോൾ അത് നല്ല മരുന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ മഴക്കാല രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ കാത്തു രക്ഷിക്കാനായിട്ട് എല്ലാവരും കിട്ടുമെങ്കിൽ ഈ മരുന്നൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ. നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇത് റോസാ ചെടിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും, പൂവിടുന്ന എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ഏറ്റവും അധികം ഉള്ളത് റോസിൻ്റെ കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ റോസിലേക്കാണ് കേട്ടോ ഞാൻ ഈ മരുന്ന് ഉപയോഗിക്കാറുള്ളത്. കൂടാതെ നമ്മുടെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു കുഞ്ഞ് കമ്പിൽ നിന്നാണ് ഈ ചെടിക്ക് ഈ കമ്പൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.